ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ ഇരട്ട തീരുവയിൽ ഉറച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതുകൊണ്ട് 50% തീരുവ ചുമത്തിയെന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് അവകാശപ്പെട്ടു. ഇന്ത്യ US ബന്ധത്തിൽ അത് ഭിന്നതയ്ക്കിടയാക്കിയതായും ട്രംപ് തുറന്നു സമ്മതിച്ചു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ തത്സമയം ചേരുന്നു വീണ്ടും. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. കൃഷ്ണ, യഥാർത്ഥത്തിൽ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ചൈന, ഇന്ത്യ, റഷ്യ ഒരു അച്ചുതണ്ട് രൂപമെടുക്കാൻ കാരണമായി എന്ന കുറ്റസമ്മതമാണോ ട്രംപ് ഇതിലൂടെ നടത്തിയത്? വെരി ഗുഡ് മോർണിംഗ് SKN. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഫോക്സ് ന്യൂസിലെ ഒരു പ്രഭാത പരിപാടിയുണ്ട്. ഫോക്സ് ആൻഡ് ഫ്രണ്ട്സ് എന്നാണ് ആ പരിപാടി നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പരിപാടിയാണിത്. ഇപ്പോൾ ഇത് നമ്മൾ നോക്കിയാൽ എനിക്ക് പെട്ടെന്ന് ഈ ഒരു അഭിമുഖം കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ വീട്ടിലെ മുതിർന്ന കാർന്നോമാരൊക്കെ വീട്ടിലെ യങ്ങായിട്ടുള്ള യുവാക്കളായിട്ടുള്ള പിള്ളേർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷാ നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വീട്ടിലുള്ള മറ്റുള്ളവരൊക്കെ വൈകുന്നേരങ്ങളിൽ ഈ പൂമുഖത്ത് ഒത്തുചേർന്ന് ചോദിക്കുക, അതെന്തിനാ ആ കുട്ടിക്കെതിരെ അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് അവൻ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ, ചിലപ്പോൾ ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ അത് എനിക്ക് എടുക്കേണ്ടതായിട്ട് വന്നു എന്ന് പറയുന്ന ഒരു ന്യായീകരണം ഉണ്ടല്ലോ. അതേപോലെയാണ് ഈ ഒരു സംഭാഷണവും എനിക്ക് തോന്നിയത്. ഒന്നാമത്തെ കാര്യം, എന്തിന് ഇന്ത്യക്ക് ഇത്തരത്തിലൊരു ഇരട്ട തീരുവ കൊടുത്തു? അതിന്റെ ഉത്തരം പറഞ്ഞത് അവർ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു ചുരുങ്ങിയ വിലയ്ക്ക്. റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് ഇന്ത്യയാണ്. അത് യുക്രൈൻ യുദ്ധത്തിന് കാരണമാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യക്ക് തീരുവ ചുമത്തിയത് എന്നാണ് ട്രംപ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഈ തീരുവയിൽ നിന്ന് പിന്മാറുന്നില്ല എന്നൊരു ചോദ്യവും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇക്കാര്യത്തിൽ ഈ തീരുവയിൽ നിന്ന് താൻ പിന്മാറുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ട്രംപ് ഒന്നും ഈ അഭിമുഖത്തിൽ പറയുന്നില്ല. ഒപ്പം തന്നെ ഒരു 7ഓളം യുദ്ധങ്ങൾ താൻ അല്ലെങ്കിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ താൻ ശ്രമിച്ചു. അതിൽ ഇന്ത്യ പാക് സംഘർഷമുണ്ട്. 31 വർഷമായി ഒരു പരിഹാരവും ഇല്ലാതെ കിടന്ന കോങ്കോ റുവാണ്ട തർക്കങ്ങളൊക്കെയുണ്ട്. ഇതൊക്കെ പരിഹരിക്കാൻ താൻ ശ്രമിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് ഇന്ത്യക്ക് തീരുവ ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി ഒരു ഭിന്നത അല്ലെങ്കിൽ ഒരു തർക്കം ഉടലെടുക്കേണ്ടി വന്നു. അത്ര ഈസി ഒന്നും അല്ലായിരുന്നു ഈ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു ചെറിയ കുറ്റബോധം ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എന്നാൽ മൂന്നാമത്തെ കാര്യം, ഇത് തീരുവ മാറ്റുമോ ഇല്ലയോ അല്ലെങ്കിൽ പിൻവലിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സൂചനയും ട്രംപ് അതിൽ നൽകുന്നില്ല. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കും എന്നൊരു സൂചന അവിടെ വരുന്നുണ്ട്. മറ്റൊന്ന്, വാഷിംഗ്ടൺ DC-യിലേക്ക് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെ നമ്മുടെ നിയുക്ത അംബാസിഡർ സെർജിയോ ഗ്രോർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തയാഴ്ച പീയൂഷ് ഗോയൽ വാഷിംഗ്ടൺ DC-യിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ചർച്ച നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പാറ്റ്നയിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് നവംബർ ആദ്യത്തോടെ തന്നെ ആദ്യഘട്ട വ്യാപാര കരാർ US-ഉമായി സാധ്യമാകും എന്ന് തന്നെയുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ഒപ്പം തന്നെ അതിനു മുൻപ് ഒരു ദിവസം തന്നെ ഈ സെനറ്റിന്റെ വിദേശകാര്യ കമ്മിറ്റിയെ സംബോധന ചെയ്യുമ്പോൾ സെർജിയോ ഗോർ എന്ന് പറയുന്ന നമ്മുടെ നിയുക്ത അംബാസിഡർ പറഞ്ഞിരുന്നു, ഇന്ത്യയിലേക്ക് ട്രംപ് വരാനുള്ള ഒരു സൂചനയുണ്ട്. ക്വാഡ് ഉച്ചകോടിക്കായി ഇന്ത്യയിലേക്ക് ട്രംപ് എത്തും. അതിനുള്ള ചർച്ചകൾ, ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, പക്ഷേ ചർച്ചകൾ പുരോഗമിക്കുന്നു. അങ്ങനെ ഈ ട്രംപിന്റെ ആ ഒരു പ്രധാനപ്പെട്ട രീതി, ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. ആദ്യം ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. ഇനി ആ പ്രശ്ന പരിഹാരത്തിനായി പല കോണുകളിൽ നിന്നും സമ്മർദ്ദം ചെലുത്തുന്നു. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം G7 രാജ്യങ്ങളോടും യൂറോപ്യൻ യൂണിയനോടും ഒക്കെ പറഞ്ഞു ഉപരോധങ്ങൾ കൊണ്ടുവരണം, കൂടുതൽ തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തണം എന്നൊക്കെ പറയുമ്പോൾ ഒരു വശത്ത് അത്തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. മറുവശത്തും പ്രധാനമന്ത്രി മോദി എൻ്റെ സുഹൃത്താണെന്ന് പറയുന്നു. പീയൂഷ് ഗോയലിനെ ചർച്ചയ്ക്കായി വിളിക്കുന്നു, ഒരു ചർച്ചയ്ക്കുള്ള സാഹചര്യം ഒരുക്കുന്നു. അപ്പോൾ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ ടേബിളിലേക്ക് ബിസിനസ്സുകാർ കൊണ്ടുവരുന്നത് പോലെ ഈ ആൾക്കാരെ കൊണ്ടുവരിക, അതിനുശേഷം ആ മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തുക. അപ്പോൾ കാര്യങ്ങൾ ഒരു ശുഭപര്യവസായിയായി മാറാൻ പോവുകയാണെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. നവംബറിൽ തന്നെ ആദ്യഘട്ട വ്യാപാര കരാർ ഉണ്ടാകുമെന്ന സൂചന നമ്മുടെ വാണിജ്യകാര്യ മന്ത്രി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദ എൻഡ് എന്ന് പറയുന്ന ഒരു ശുഭം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇത് പോകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.